ഫ്രണ്ട്സ് നമസ്കാരം. നമ്മളെ പുതിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ്സ് ചെയ്യുക. പിന്നെ അതേപോലെ നമ്മളെ വീഡിയോയിൽ എന്തെങ്കിലും ഫാൾട്ടുകൾ ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റിലൂടെ രേഖപ്പെടുത്തും. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീട്ടിലേക്കുള്ള വഴിയാണിത്. ഇതാണ് നമ്മളെ വഴി. ഇതിൻ്റെ അപ്പുറത്ത് നേരെ റോഡാണ്. അങ്ങനെ വീട്ടിലേക്ക് നമ്മൾ ഫസ്റ്റ് കയറി വരുമ്പോൾ തന്നെ ഫസ്റ്റ് നമ്മളെ വീടിൻ്റെ മുന്നിലുള്ളത് ഒരു സപ്പോർട്ടാണ്. ഈ സപ്പോർട്ടിനെ പറ്റി പറയുന്നത് ബനാന സപ്പോർട്ടാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടും ഉള്ളൊരു പാറ്റേൺ. ഇപ്പം പിന്നെ ബഞ്ചായിട്ട് കായ്ക്കും. ഇതിപ്പോൾ ഒരു വയസ്സായി. ഇപ്പോൾ ഇതിന് ജസ്റ്റ് ഫ്ലവറിങ് ഒക്കെ തുടങ്ങി. ഇതാ ഫ്ലവറൊക്കെ ആയി വരുന്നു. ഒരു വയസ്സേ ആവുന്നുള്ളൂ. ജസ്റ്റ് ഇപ്പോൾ ഇതിന് നമ്മൾ മറ്റേ വളങ്ങളൊക്കെ നല്ല കൊടുക്കുന്നുണ്ട്. സ്ലെറിയാണ് കാര്യമായിട്ട് കൊടുക്കുന്നത്. ഈ വർഷം കായ പിടിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതിൻ്റെ തൊട്ടടുത്തത് പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത് പിന്നെ ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഇതിപ്പോൾ മൂന്നാമത്തെ വർഷമാണ് കായ്ക്കുന്നത്. ഇപ്പോൾ ഈ പ്രാവശ്യത്തെ ഫസ്റ്റ് ഫ്ലവർ തുടങ്ങി. ഇതാണ് ഫസ്റ്റ്. സെക്കൻഡ് ഇതാ ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഇതാ ഇവിടെ എല്ലാം ഫ്ലവർ ചെയ്ത് വരുന്നുണ്ട്. ഇത് നമ്മളടുത്ത് പറ്റിയൊരു ഫാൾട്ട്, ഇത് നമ്മൾ ഡ്രമ്മിലാണ് വെച്ച്. പക്ഷേ വേര് കൂടുതലായിട്ട് മേലോട്ടേക്ക് വന്ന് അപ്പോൾ നമുക്ക് വളമിടാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ ഇനി ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ വലിയ ഡ്രമ്മിൽ അല്ലെങ്കിൽ നിലത്ത വെക്കാൻ ശ്രമിക്കുക. പക്ഷേ നമ്മളിപ്പോൾ ഇതിന് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്ലറിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആ സ്ലറി ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഓക്കെ, അപ്പം ഓരോ ആഴ്ചയിൽ വെച്ചിട്ട് ഞങ്ങൾ സ്ലറി വെച്ച് കൊടുക്കും. പിന്നെ നമ്മൾ നനച്ചും കൊടുക്കുന്നുണ്ട്. പക്ഷെ നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട്. അതിൽ 8 7 ടൈപ്പ് ഡ്രാഗണുകളുണ്ട്. യെല്ലോ ഉണ്ട്, റെഡ് ഉണ്ട്. പക്ഷെ അത്യാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഒരു 10 70 80 കായ ഞങ്ങൾക്ക് കിട്ടി. ഒരു 600 700 ഗ്രാം വരെ തൂക്കം വരുന്ന കായ വരെ കിട്ടി. ഇപ്രാവശ്യം ഇതാ തുടങ്ങുകയാണ്. ഉഷാറായിട്ട് വരുന്നു. കാലാവസ്ഥ നല്ല വെയിലായതുകൊണ്ട് ഉഷാറായിട്ട് ഫ്ലവർ ഇപ്പം തന്നെ തുടങ്ങിയിട്ടുണ്ട്. നമ്മളത്ത് വരുന്ന ഇത് അനാറാണ്. അനാറിൻ്റെ പേര് പൊമോഗ്രാനൈറ്റ്. ഈ പാറ്റേൺ, ഈ ടൈപ്പ് ഇത് അനാർ ബഗ്വ എന്ന് പറയും. അതായത് നമ്മൾ വ്യാപാര അടിസ്ഥാനത്തിൽ ചെയ്യുന്നൊരു അനാറാണിത്. ഇതിപ്പോൾ ഏകദേശം ഒരു 2 വയസ്സാവാൻ തുടങ്ങുന്നത്. അവിടെയൊക്കെ കായ്ച്ചിട്ടുണ്ട്. ഇവിടെ കായ്ച്ചിട്ടുണ്ട്. ഇവിടെ കായ്ച്ചിട്ടുണ്ട്. ഫ്ലവർ ചെയ്യുന്നുണ്ട്. അതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഫ്ലവർ ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ ആവശ്യം മെയിനായിട്ട് വെയിലാണ്. പക്ഷെ അതൊക്കെ നമ്മുടെ നല്ല ഓപ്പൺ ആയിട്ടുള്ള ഏരിയ ആണ്. നല്ല വെയിൽ ഉള്ള സ്ഥലം തന്നെയാണ്. പക്ഷെ ഒരു 1.5 വയസ്സായി ഉഷാറായിട്ട് വരുന്നുണ്ട്. ഇവർക്കും കൊടുക്കുന്നത് നമ്മൾ സ്ലറി തന്നെയാണ്. പ്രത്യേകിച്ചും നല്ല ദിവസം നനയ്ക്കണം. അതേപോലെ തന്നെ വളം ചെയ്ത് കൊടുക്കണം. പിന്നെ ഓപ്പണായിട്ട് ഉള്ള എയറിൽ വെക്കുക. നല്ല വെയിലും കിട്ടണം. നല്ല ഉഷാറായിട്ട് ബഞ്ചായിട്ട് വരും. ഇപ്പോൾ ഫുള്ള് ഫ്ലവർ ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യം ഉഷാറായിട്ട് തുടക്കമാണ്, സ്റ്റാർട്ടിംഗ് ആണ്. നമുക്കൊരു 10 കായെങ്കിലും പിടിക്കുന്നു ഞങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നു. ഇനി അടുത്തത് അതിൻ്റെ തൊട്ടടുത്ത് ഉള്ളത് സപ്പോർട്ടാണ്. ഈ സപ്പോർട്ടിൻ്റെ പേരാണ് തായ് ജംബോ സപ്പോർട്ടാന്ന് പറയും. ഇത് വലിയ സപ്പോർട്ടാണ്. ഇതും ഫസ്റ്റായിട്ട് കായ്ക്കുകയാണ്. 2 കായ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്മേൽ ഫ്ലവറൊക്കെ ഉണ്ടായിരുന്നു. ഫ്ലവർ ഉണ്ട്. ഇവിടെയൊക്കെ ഫ്ലവർ ഉണ്ട്. ഇത് ഏകദേശം ഒരു 800 ഗ്രാം വരെ തൂക്കം വരുന്നതാണ് പറയുന്നത്. ഇതിപ്പോൾ ഒരു വയസ്സ് കഴിഞ്ഞതാണ്. ഇതിന് നമ്മൾ കാര്യമായിട്ട് വളം കൊടുക്കുന്നത് സ്ലറി തന്നെയാണ്. പിന്നെ വേപ്പൻ പിണ്ണാക്ക്, ചാണകപ്പൊടി ഇതെല്ലാം ഞങ്ങൾ ചെയ്ത് കൊടുക്കും. പിന്നെ അടുക്കള വേസ്റ്റ് ഒഴിച്ചു കൊടുക്കും. കൂടുതലായിട്ട് സ്ലറി തന്നെയാണ്. ഇതിനും നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഉഷാറായിട്ട് വരുന്നുണ്ട്. ഇനി അടുത്ത വർഷമൊക്കെ ആകുമ്പോഴത്തേന് നല്ലപോലെ കായ പിടിക്കുമെന്ന് വിചാരിക്കുന്നു. ഇത് നല്ല ടേസ്റ്റുള്ള ഒരു ഇനമാണ്. ഇനി അടുത്തത് അതിൻ്റെ തൊട്ടടുത്ത് വെച്ചിട്ടുള്ളത് ഇത് പേരക്കയാണ്. ഈ പേരക്ക കായ്ച്ചതിന് ശേഷം ബ്രൂൺ ചെയ്തതാണ്. ഇത് തായ് പിങ്ക് സപ്പോർട്ടാണ്, അല്ല പേരക്കാണ്. തായ് പിങ്ക് ഗുവ. ഇത് ഒരു വയസ്സായിട്ടുള്ളൂ. അപ്പം ഒന്ന് ബ്രൗൺ ചെയ്ത് നിർത്തിയതാണ്. ഇപ്പോൾ ഫ്ലവറൊക്കെ വരാൻ റെഡി ആയിട്ട് നിൽക്കുന്നു. ഇത് അതിൻ്റെ ഒരു 2 ഒരുമിച്ച് വെച്ചതാണ്. ഫ്ലവറിലായതുകൊണ്ട് പിന്നെ പ്രശ്നമല്ല. ചട്ടിയിലല്ലാത്തതുകൊണ്ട് അതങ്ങനെ ഒരു ബുഷായിട്ട് വളർന്നോളും. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് നമ്മൾ വെച്ചിട്ടുള്ളത് ഇത് VNR ഗുവയാണ്. VNR പേര. ഇതിപ്പോൾ ഈ വർഷം ഫസ്റ്റായിട്ട് കായ്ക്കുക. ഇത് ഇനി കുറേ വലിപ്പം വെക്കും. നല്ല ടേസ്റ്റുള്ള ഒരിനാണ്. 2 കായ പിടിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ വരുന്നുണ്ട്. ചെറിയ പ്ലാന്റാണ്, ഉഷാറായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് വെച്ചിട്ടുള്ളത് പിന്നെ ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡായി കൊണ്ടുവെക്കുന്ന ഒരു പേരക്കാണ്. ഇതിൻ്റെ പേരാണ് ജാർവി റെഡ് ഡയമണ്ട് 1 ജപ്പാൻ പേര. മാർക്കറ്റിൽ ഇപ്പോൾ ഏറ്റവും നല്ല ട്രെൻഡിങ് ആയിട്ട് കളിക്കുന്ന ഒരു പേരക്കാണ്. ഞാൻ 2 കൂടി സെറ്റാക്കി വെച്ചിട്ടുള്ളത്. നല്ല വെയിലുള്ള സ്ഥലത്ത് തന്നെയാണ്. ഒക്കെ ഈ വർഷം വെച്ചതാണ്. ഒരു വർഷം കൂടെയൊക്കെ ആകുമ്പോഴത്തേക്ക് ഉഷാറായിട്ട് വരുമെന്ന് വിചാരിക്കുന്നു. ചാരിയിട്ട് തന്നെ വെച്ചിട്ടുള്ള ഇതൊരു ലേറ്റസ്റ്റ് തരം തെങ്ങും തൈയാണ്. ഇതിൻ്റെ പേരാണ് സണ്ണങ്കി. അതായത് കുള്ളനായിട്ട് വളരും. പിന്നെ നമുക്കിത് ഇളനീ ആവശ്യത്തിനും വീട്ടിലെ അടുക്കള ആവശ്യത്തിനും
വെളിച്ചെണ്ണൻ്റെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തെങ്ങിൻ തൈയാണ്. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ഒരു പാറ്റേൺ. വലിയ വളരില്ല, അതൊക്കെ വീട്ടിൻ്റെ വഴിയിലാണ് ഇത് മൊത്തം വെച്ചിട്ടുള്ളത്. അത് മൊത്തം നമ്മളെ വീട്ടിലേക്ക് വരുന്ന വഴിയിൽ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് വെച്ചിട്ടുള്ളതാണ്. അടുത്തൊരു പേരൊക്കെ വെച്ചിട്ടുള്ളത്. ഈ പേരേൻ്റെ ടൈപ്പ് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ പിന്നെ നമ്മൾ വെച്ചിട്ടുള്ളത് ഈ ഒരു തരം പേരയാണ്. ഈ പേരനാണ് കിലോ പേര. ഇത് രണ്ടെണ്ണം ഞാൻ ഒരുമിച്ച് വെച്ചിട്ടുണ്ട്. എല്ലായിടത്തും 2 പ്ലാന്റ് ഒരുമിച്ച് വെച്ചുള്ളൂ. നല്ല ബുഷായിട്ട് വരുള്ളൂ. ഇതൊക്കെ നല്ല വെയിലുള്ള ഏരിയയാണ്, പിന്നെ ഓപ്പണാണ്. ഇതും പ്ലാന്റ് കായ്ച്ചിട്ടില്ല, 1 വയസ്സാവുന്നേ ഉള്ളൂ. അടുത്ത വർഷമാകുമ്പോഴത്തേന് ഉഷാറാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ വീണ്ടും വെച്ച ജാർവി റെഡ് പേരൊക്കെ റെഡ് ഡയമണ്ട് 1 പ്രീമിയം, ഇതാണ് അടുത്തും വെച്ചിട്ടുള്ളത്. ഇതൊക്കെ 1 വയസ്സാവുന്നേ ഉള്ളൂ. ഒക്കെ ഉഷാറായിട്ട് വരുന്നു. ഇതൊക്കെ നല്ല വെയിലുള്ള സ്ഥലത്താണ്, നല്ല ഓപ്പൺ എയറിലാണ് വെച്ചിട്ടുള്ളത്. നല്ല ബുഷായിട്ട്. ഇതിനെല്ലാം വളം കൊടുക്കുന്നത് നമ്മൾ സ്ലറി തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ മൈക്രോ ന്യൂട്രിയൻസ്, പിന്നെ NPK അതൊക്കെ അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല അടുത്ത വർഷമാകുമ്പോഴത്തേന് നല്ല ഉഷാറായിട്ട് വരും. അടുത്ത് അതിനെ തൊട്ട് ചാരിയിട്ട് വെച്ചുള്ള നമ്മളൊരു മാംഗോ ആണ്. നമ്മളേറ്റ് ഏറ്റവും കൂടുതലുള്ളത് മാങ്ങ വെറൈറ്റിയാണ്. അതിൽ ഫസ്റ്റ് തുടങ്ങുന്നത് മാംഗോ. ഈ മാംഗോൻ്റെ പേരാണ് കാറ്റിമൂൺ എന്ന് പറയും, അല്ലെങ്കിൽ ചോക്കന എന്ന് പറയും. ഇതിപ്പോൾ നമ്മൾ ആദ്യം ഒരു വലിയൊരു പ്ലാന്റ് കൊണ്ടുവന്ന് ഇവിടെ കട്ട് ചെയ്തിട്ട് ഇത് ബുഷാക്കിയിട്ട് കൊണ്ടുവന്നതാണ്. ഇപ്പം 2 വയസ്സായി. അപ്പോൾ ഈ വർഷം ഇതാ ഫ്ലവർ ചെയ്തു. ഫസ്റ്റത്തെ ഫ്ലവറാണ്. ഇനി പിടിക്കുമോ എന്താണെന്ന് അറിയില്ല. മഴയൊക്കെ ഉണ്ട്, പക്ഷെ നല്ല ബുഷായിട്ടില്ല, നല്ല ഉഷാറ് പ്ലാന്റാണ് കാറ്റിമൂൺ. ഇത് 3 ട്രീ ടേസ്റ്റ് മാംഗോ എന്നും പറയും. ഇത് 3 ഫ്ലേവറാണ്. ഞാൻ ഇതുവരെ കഴിച്ചു നോക്കിയിട്ടില്ല, പക്ഷേ എല്ലാവരും നല്ല അഭിപ്രായമാണ് ഇതിന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഫ്രണ്ടിൽ തന്നെ ഈ കാറ്റിമൂൺ എന്ന് പറഞ്ഞ മാംഗോ വെച്ച്. ഇനി അടുത്തത് ഇതിനോട് തൊട്ട് ചാരിയിട്ട് ഒരു ലെമണാണ്. ഈ ലെമൺ പാകിസ്ഥാൻ ലെമൺ എന്ന് പറയും. ഇത് വലിയ വലിപ്പമൊന്നും ഉണ്ടാവില്ല, നല്ല നീരുണ്ടാവും. പക്ഷേ ഇത് നല്ല ബഞ്ചായിട്ട് കൊലകൊലായിട്ട് കായ്ക്കും. ഇതാ ഇവിടെ ഒരു കൊല, ഇതാ ഇവിടെ ഇതിൻ്റെ ചെറുതാ ഇവിടെ അതോടൊപ്പം തന്നെ ഫ്ലവർ വരുന്നുണ്ട്. ഒക്കെ 1 വയസ്സായിട്ടുള്ളൂ, ഈ വർഷം വെച്ചതാണ്. പക്ഷേ ഉഷാറായിട്ട് വരുന്നുണ്ട്. അപ്പം നല്ല വെയിലാണ് ആവശ്യം. ഇതിനൊക്കെ നമ്മൾ ഈ സ്ലറി തന്നെയാണ് കാര്യമായിട്ട് കൊടുക്കുന്നത്. വീട്ടിൻ്റെ മുൻഭാഗത്തുള്ള വേറൊരു ഫ്രൂട്ട്സാണ് ഈ ലൂബിയുടെ പേരാണ് ഐശ്വര്യ ലൂബി, അല്ലെങ്കിൽ ഉമ്മർ ലൂബി എന്ന് പറയും. ഇത് പെട്ടെന്ന് കായ്ക്കേണ്ട ഫ്ലവറാണ്, പ്ലാന്റാണ്. പക്ഷേ കുറച്ച് താമസം വന്നു. ഇപ്രാവശ്യം അത്യാവശ്യം കായ പിടിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ഉണ്ട്, ഇവിടെയൊക്കെ ഇതാ ആയി വരുന്നേ ഉള്ളൂ. ഉള്ളിലെല്ലാം ഉണ്ട്. ഇത് നല്ല വെയിലത്ത് തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഇതിനൊക്കെ വെയിലാണ് ആവശ്യം. പക്ഷെ നല്ല മധുരമുള്ളൊരു ലൂബിയാണ്. ലൂബിയിൽ ഏറ്റവും നല്ല ലൂബിയാണ് ഉമ്മർ ലൂബി, അല്ലെങ്കിൽ ഐശ്വര്യ ലൂബി എന്ന് പറയും. അതാണിത്. അടുത്തത് ഒരു മാവാണ്. ഈ മാവ് നീലമാങ്ങയാണ്. പക്ഷേ ഈ മാവിനൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇത് 10 വയസ്സായിട്ടും ഈ മാവ് കായ്ച്ചില്ല. അപ്പോൾ ഞാൻ ഈ മാവിന് മൂതരവളയം ചെയ്തു. ഇതൊരു മൂതരവളയാണ്. ഇതിനെ പറ്റിയിട്ട് ഇനി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ്സ് ചെയ്താൽ ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാം, എങ്ങനെയാണിത് ചെയ്യലെന്ന്. ഇനി ഈ മൂതരവളയം ചെയ്ത സമയത്ത് ഈ മാവ് കായ്ച്ച് കുറേ കായ്ച്ചുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് 2 കായാണ് പിടിച്ച് കിട്ടിയത്. അത് കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒന്നിതാ അതിൻ്റെ മേലുണ്ട്. ഇതൊക്കെ 10 വയസ്സ്. ഇതുപോലെ ഒരുപാട് മാവുണ്ട്, ഞാൻ വീഡിയോയിൽ കാണിക്കാം. അതൊക്കെ 10 വയസ്സായിട്ടും കായ്ക്കാത്ത മാവാണ്. അതൊക്കെ ഈ പ്രാവശ്യം ഫ്ലവർ ചെയ്തു കായ പിടിച്ചു. ഒരു മാവിന് ഞാൻ മൂത്രവളയം ചെയ്തില്ല, ഒന്ന് പരീക്ഷണാടിസ്ഥാനത്തിൽ. പക്ഷേ അത് കായ്ച്ചതുമില്ല. ബാക്കിയെല്ലാം മൂത്രവളയം ചെയ്താൽ മൊത്തം കായ്ച്ചു. അത് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം ഓരോന്നും. ഇതിപ്പോൾ ഈ വർഷം കായ്ച്ച 10 വയസ്സ് കഴിഞ്ഞ മാവ്. അടുത്തത് അതിനോട് ചാരിയിട്ടുള്ള വേറൊരു മാവാണിത്. ഈ മാവ് ഞങ്ങൾ എന്താ പറയുക, ചേലൻ മാവ് എന്ന് പറഞ്ഞിട്ട് വാങ്ങി വെച്ചതാണ്. പക്ഷേ ഇത് കായ്ച്ചു നോക്കുമ്പോൾ ഈ മാവ് ഇതാണ്, ഹിമാപസന്താണ്. നല്ല അടിപൊളി മാങ്ങയാണ്. ഇതും 10 വയസ്സായ മാവാണ്. പക്ഷേ നമ്മളിതിന് മൂത്രവളയം ചെയ്ത സമയത്ത് ഈ വർഷം ഇതും കായ്ച്ചു. മൂത്രവളയം ചെയ്ത് പിന്നെ അതിനുള്ള മൈക്രോ ന്യൂട്രിയൻസ്, പിന്നെ SOP NOP ഇതെല്ലാം അടിച്ചു കൊടുത്തു. ഇത് നല്ല ബഞ്ചായിട്ട് കായ്ച്ചിട്ടുണ്ട്. ഫസ്റ്റത്തതാണ്, കൊലകൊലായിട്ട് കായ്ച്ചിട്ടുണ്ട് ഫുള്ളായിട്ട്. ഇതൊക്കെ നല്ല വെയിലുള്ള ഏരിയയിലാണ്, പക്ഷെ സൂപ്പറായിട്ട് കായ്ച്ചത്. അതോടൊപ്പം തന്നെ ഇത് ഉണ്ണിമാങ്ങ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ പൂവ് എല്ലാം ഉണ്ട്. ഇതൊക്കെ വെയിലാണ് ആവശ്യം. നല്ല ഉഷാറായിട്ട് ഇതും വരുന്നുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു 10-15 മാങ്ങ നമുക്ക് പിടിച്ചിട്ടുണ്ട്. പിന്നെ ഫ്ലവർ ചെയ്യുന്നുണ്ട്, ഉണ്ണിമാങ്ങയുണ്ട്. ഇത് നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്, ഹിമാപസന്ത്. അതിനോട് തൊട്ട് ചാരിയിട്ട് തന്നെ വെച്ചിട്ടുള്ളത് ഒരു തരം ഓറഞ്ചാണ്. ഇത് ബബ്ലൂസ് ഓറഞ്ച് എന്ന് പറയും. ഇതൊരു 2-3 വർഷമായി, പക്ഷെ ഇതുവരെ കായ്ച്ചിട്ടില്ല. ഈ വർഷം അടുത്ത വർഷമൊക്കെ ബ്രൂൺ ചെയ്തൊക്കെ നിർത്തിയിട്ടുണ്ട്.
പക്ഷെ ഇതുവരെ കായ്ച്ചിട്ടില്ല. നല്ല വെയിലിട്ടുന്ന ഒരു സ്ഥലത്തൊക്കെ തന്നെയാണ്. അടുത്ത വർഷം കായ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ലൊരു ടേസ്റ്റുള്ള ഒരു ഐറ്റംസ്. അത് വീട്ടിലുണ്ട്, വലിയൊരു മാവുണ്ട്. പക്ഷെ ആ മാവ് മുറിക്കാനുള്ളത് കൊണ്ട് അഡ്വാൻസ് ആയിട്ട് തന്നെ ഒരു മാങ്ങ അത് വെച്ച് വിട്ടതാണ്. അത് നല്ല കായ്ക്കും, നല്ല ടേസ്റ്റുള്ള ഒരു നാടൻ മാങ്ങ. ചക്കരക്കുട്ടി ആ ഇനത്തിൽപ്പെടുന്ന ഒരു മാവാണ്. അതിനോട് ചാരിയിട്ടുള്ള വേറൊരു പ്ലാന്റാണ് ഇത്. കറുവാമ്പട്ട. നമ്മൾ ബിരിയാണിയിലൊക്കെ ഒരു സുഗന്ധ. ഇതിൻ്റെ തോല് ചെത്തിയെടുക്കുക. ഇത് നല്ല അടിപൊളി ഉഷാറായിട്ട് വരുന്നുണ്ട്. പക്ഷെ അതൊരു വർഷം കൂടി കഴിഞ്ഞിട്ടാണ് തോന്നുന്നുണ്ട് ഇത് നമുക്ക് ഭക്ഷണാവശ്യത്തിന് എടുക്കാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. കറുവാമ്പൂവ്, കറുവാമ്പട്ട, അതിൻ്റെ ഒരു പ്ലാന്റാണിത്. എൻ്റെ മുഖമുണ്ട് ഇതിൽ. ഇത് പിന്നെ ഒരു കോഴിക്കോട്ടുകാരുടെ ഒരു പ്രശസ്ത മാങ്ങയാണ്, ഉളൂർ എന്ന് പറയും. ഇത് ഞാൻ ചെറിയൊരു പ്ലാന്റ് വാങ്ങിയിട്ട് വലിയ കവറിലേക്ക് മാറ്റി വെച്ചതാണ്. ഇത് ഈ മഴ തുടങ്ങുമ്പോൾ നിലത്തേക്ക് വെക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ചെറിയൊരു പ്ലാന്റ് വാങ്ങിയാൽ ആ സമയത്ത് തന്നെ കുഴിച്ചിടരുത്. വേഗം അടുത്ത കവറിലേക്ക് കുറച്ച് വളമൊക്കെ ആക്കി വെച്ച് നിർത്തിയാൽ ഈ പ്ലാന്റ് ഒന്ന് പിക്കപ്പ് ആവും. പിക്കപ്പ് ആയതിനു ശേഷം നമ്മൾ മണ്ണിലേക്ക് വെച്ചാൽ പെട്ടെന്ന് വളരും. ഇത് ഉള്ളൂർ ഈ മഴത്ത് വെക്കാനുള്ള. അതിൻ്റെ ഒപ്പം തന്നെ അതേപോലത്തെ സെയിം മാങ്ങയാണിത്. ഈ മാങ്ങയാണ് മല്ലിക. ഇതിപ്പോൾ ഈ പ്രാവശ്യം 2 എണ്ണം കായ്ച്ചു. അത്യാവശ്യം വലിപ്പമുണ്ട് 2 മാങ്ങ. മല്ലിക ഇതും ഈ പ്രാവശ്യത്തെ മഴത്ത് നമുക്ക് നിലത്തേക്ക് കുഴിച്ചിടാനുള്ളതാണ്. അടുത്തതാണ് അതിനോട് ചാരിയിട്ട് തന്നെ ഉള്ളൊരു തായ്ലൻഡ് വെറൈറ്റിയാണിത്. ഇതിൻ്റെ പേര് സൂപ്പർ ക്യൂൺ. ഇത് നല്ല വെയിറ്റ് ഉള്ളൊരു തരം മാങ്ങയാണ്. ഏകദേശം 2 കിലോ ഒക്കെ വരും. നല്ല ടേസ്റ്റുള്ള മാങ്ങ സൂപ്പർ ക്യൂൺ. ഇതൊക്കെ ചെറിയ പ്ലാന്റാണ്. 2-3 വർഷം കഴിക്കും തോന്നുന്നുണ്ട് കായ പിടിക്കാൻ വേണ്ടിയിട്ട്. ഇത് ചെറിയൊരു പ്ലാന്റാണ്. ഇതൊക്കെ ഈ വർഷം വെച്ചതാണ്. ഇത് നമ്മളെ അരിനെല്ലിക്ക എന്ന് പറയും. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതിന് വേണ്ടി വെച്ചതാണ് അരിനെല്ലിക്ക. ചെറിയ പ്ലാന്റാണ്. ഇത് നമ്മൾ ആദ്യം നേരത്തെ പറഞ്ഞ ആ പേരക്ക തന്നെയാണ്. ഇതിൻ്റെ പേര് നമ്മൾ ജാർവി റെഡ്, ജപ്പാൻ റെഡ് ഡയമണ്ട് ഗുവ 1. അതാണ് ജാർവി. ഞാൻ ജാർവി റെഡ് എൻ്റെ അടുത്ത് ഏകദേശം ഒരു 5-6 പ്ലാന്റ് ഉണ്ട്, ചട്ടിയിലും നിലത്തൊക്കെ ആയിട്ട്. ഒക്കെ ഈ വർഷം വെച്ചതാണ്. അതിനോടൊപ്പം തന്നെ വേറെ നെല്ലിക്ക. ഇത് നമ്മൾ വ്യാപാരാടിസ്ഥാനത്തിൽ കച്ചവടം വാങ്ങുന്നൊരു നെല്ലിക്കാണ്. നമ്മൾ അങ്ങാടിയിലൊക്കെ സുലഭമായിട്ട് വരുന്ന നെല്ലിക്കാണിത്. ഇതൊക്കെ ഈ വർഷം വെച്ചതാണ്. 2 വർഷം കൂടി കഴിയും ഇതൊക്കെ പ്ലാന്റ് ഉഷാറാവാൻ. വേറൊരു വെറൈറ്റി മാവാണ്. ഇത് വർഷം കായ്ച്ചിട്ടില്ല. ഇത് നമ്മളെ ശ്രീലങ്കൻ്റെ കുളമ്പ് മാവാണ്. ഞാനിത് വർഷം കായ്ക്കുമെന്ന് വിചാരിച്ചു. ഏകദേശം ഒരു 2 വയസ്സ് 3 വയസ്സൊക്കെ ആയി. കുളമ്പൊക്കെ 2 വയസ്സാകുമ്പോൾ കായ്ക്കേണ്ടതാണ്. പക്ഷെ അത് കായ്ച്ചിട്ടില്ല. ഇനിയിപ്പോൾ ഫ്ലവർ ചെയ്യുമോയെന്ന് അറിയില്ല. കിട്ടുന്നു.